നമുക്ക് അവരുടെ വാമൂടി കെട്ടാൻ പറ്റില്ലല്ലോ. പിന്നെ മറ്റൊന്നും കൂടി നീ മനസ്സിലാക്കണം. നിരഞ്ജൻ ഇങ്ങോട്ട് വന്ന പരിചയം പുതുക്കിയതും ഇപ്പൊ ഈ കാണിക്കുന്ന അടുപ്പം കാണിക്കാൻ തുടങ്ങിയതും ഒന്നിനും ഞാൻ മുൻകൈ എടുത്തിട്ടില്ല. നിരഞ്ജൻ ഡോക്ടറും അക്ഷരയും തമ്മിൽ ഇപ്പൊ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ പേടി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ പറയും. ഒരു ഉറപ്പ് ഞാൻ തരാം, ഞാനായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. അത് മതി, ആ ഒരു വാക്ക് മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി? ആ, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെയോ? ഇടയ്ക്കിടയ്ക്ക് വരാലോ ചേച്ചി, അപ്പ കുടിക്കലും കഴിക്കലൊക്കെ അന്നാവാം. ശരി എന്നാ. പോയോ? എപ്പോഴേ? എന്തു പറഞ്ഞു? എന്തു പറയാൻ, ഞങ്ങള് സഹോദരിമാരല്ലേ. സഹോദരിമാരെന്തൊക്കെയാണോ പറയാറ് അതൊക്കെ തന്നെ പറഞ്ഞു. അതെ, എന്റെ വിഷയമൊന്നും ചർച്ചയ്ക്ക് വന്നില്ലേ? വരുമല്ലോ, അത് സ്വാഭാവികല്ലേ. എന്നെപ്പറ്റി മോശമായിട്ടായിരിക്കും ദേവിക വിചാരിച്ചിരിക്കുന്നത് അല്ലേ? നിരഞ്ജന് ഈ സൊസൈറ്റിയെ കുറിച്ച് ഒന്നും അറിയില്ല. ഏത് ബന്ധത്തിലും തെറ്റുകാരെപ്പോഴും സ്ത്രീകളായിരിക്കും, സ്ത്രീകൾ മാത്രം. എന്റെ അനിയത്തിയും എന്നെ തന്നെയാ കുറ്റപ്പെടുത്തിയത്. നിരഞ്ജന്റെയും അക്ഷരയുടെയും ജീവിതം തകർക്കാൻ വന്ന അസത്ത് പെണ്ണായിട്ട് അവള് പോലും എന്നെ കണ്ടത്. അങ്ങനെയല്ലല്ലോ സത്യം. സത്യമൊക്കെ ആർക്കറിയണം? നാളെ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടായ എന്നെ തന്നെയായിരിക്കും എല്ലാരും ക്രൂശിക്കാൻ പോകുന്നത്. അപ്പോഴും നിരഞ്ജൻ മാന്യനായിരിക്കും, ഒരു പാവം. ഞാനോ കുടുംബസ്ഥനായ ഒരാളെ വലവീശി പിടിച്ച യക്ഷി. നമുക്കറിയാലോ സത്യം. അത് മാത്രം പോരാ നിരഞ്ജൻ. നമ്മൾ എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ നിന്നാലും സമൂഹം ഒരു പ്രത്യേക കണ്ണിലൂടെ നമ്മളെ കാണൂ. നമ്മൾ എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. പരദൂഷണക്കാരൻ ശങ്കരൻ ഇപ്പോഴും തെങ്ങി തന്നെയാ ഇരിക്കുന്നെ. കയ്യില് ഒരു മൊബൈലുണ്ടെന്നേ ഉള്ളൂ. ഞാനിപ്പോ എന്തു വേണമെന്നാ മാലിന്യ പറയുന്നത്? മാലിന്യക്ക് പേടിയുണ്ടെങ്കിൽ ഇനി ഞാൻ ഒരിക്കലും മാലിന്യന്റെ അടുത്ത് വരില്ല. എനിക്ക് പേടിയുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? എനിക്കൊരു പേടിയുമില്ല. എന്തും നേരിടാനുള്ള ചങ്കൂറ്റം ഇപ്പൊ എനിക്കുണ്ട് നിരഞ്ജൻ. പിന്നെന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല, ധൈര്യമായിട്ടിരിക്കെ. നമ്മൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവും. എന്റെ രോഗവിവരം ആരും അറിയരുത്, എനിക്കത്രയേ ഉള്ളൂ. പ്രത്യേകിച്ചും ദേവിക. അത് ഞാൻ പറയുമോ? ഒരു ഡോക്ടർ പാലിക്കേണ്ട കടമകളെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. എന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല. പിന്നെന്തിനാ ഞാൻ പേടിക്കുന്നത്? ഞാൻ കൂടെ തന്നെ ഉണ്ടാവും, എന്ത് സംഭവിച്ചാലും. അത് മതി, എനിക്കത് കേട്ടാ മതി. നിരഞ്ജൻ വാ. അപ്പൊ അടി തുടങ്ങി അല്ലേ സ്വാമി? പിന്നല്ലാതെ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ച ഞാൻ അത് ഭംഗിയായിട്ട് ചെയ്യുന്നു തങ്കച്ചിക്ക് അറിയാലോ. എല്ലാത്തിനും പിന്നില് ദേവികയാണെന്ന് പറഞ്ഞപ്പോഴാ സാറ് കാറും എടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത്. അതിനുള്ള തിരിച്ചടി അപ്പ തന്നെ കിട്ടി. ദേവിക എങ്ങോട്ടും വന്നു. രണ്ടുപേരിപ്പൊ പരസ്പരം ഭീഷണിപ്പെടുത്തി നിൽക്കുക. ഇനി ആരെങ്കിലും എന്തെങ്കിലും ചെയ്താ പ്രശ്നം വഷളാവും. ആവണമല്ലോ. ഒരുത്തനും ഇനി സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങരുത്. കലക്കാവുന്നതിന്റെ പരമാവധി നമ്മൾ കലക്കണം. സാധാരണ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായ അത് തീർക്കാൻ മുന്നിട്ട് ഇറങ്ങുന്ന ആളാ നിരഞ്ജൻ ഡോക്ടർ. ഇത്തവണ മൂപ്പര് അനങ്ങിയിട്ടില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. സാധാരണ ഇങ്ങനെയല്ല പെരുമാറാറ്. അതിന് കാരണം അവളാ സ്വാമി, മാലിനി. അവര് തമ്മിൽ അടുപ്പത്തിലാണല്ലോ. പരസ്പരം ഹൃദയം കൈമാറി കഴിഞ്ഞു കാണും.
പിന്നെ അതിന്ന് പിന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അതല്ല തങ്കച്ചി, ഞാൻ അങ്ങനെയല്ല ഈ പ്രശ്നത്തെ കാണുന്നത്. ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട മനസ്സിളകുന്ന കൂട്ടത്തിലുള്ള ആളല്ല ഈ നിരഞ്ജൻ ഡോക്ടർ. അയാൾ എന്നെ പോലെ മനസ്സിന് നല്ല കരുത്തുണ്ട്. പേരുകേട്ട മഹർഷിമാര് വരെ സ്ത്രീകളുടെ മുമ്പിൽ അടിയറവ് പറഞ്ഞിരിക്കുന്നു. പിന്നെയല്ലേ നിരഞ്ജൻ. എന്നെനിക്ക് തോന്നുന്നില്ല. ഇതിൽ വേറെ എന്തോ ഒന്നുണ്ട്, വേറെ എന്തോ ഒരു രഹസ്യം. അതെന്താ അത്? അതാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ നോക്കിയാലും അക്ഷരമേടത്തെക്കാളും താഴെയാണ് മാലിനി. എന്ന് പറയാൻ പറ്റുമോ? മാലിനി ഡോക്ടറല്ലേ. പിന്നെ അക്ഷരയുടെ ചരിത്രം അതത്ര സുഖമുള്ളതല്ലല്ലോ. ശ്രുതിമോൾ ഇരിക്കല്ലേ ഒരു കരടായിട്ട്. എത്രയൊക്കെ സ്വന്തം മോളായിട്ട് കാണുന്നു എന്ന് പറഞ്ഞാലും അന്യന്റെ കുഞ്ഞെന്നും അന്യന്റെ കുഞ്ഞ് തന്നെയല്ലേ. ആ അസ്വസ്ഥത എപ്പോഴും നിരഞ്ജന്റെ ഉള്ളിലുണ്ടായിരിക്കും. ചിലപ്പോ അതായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. എന്തായാലും വഴക്കിന്റെ മാലപ്പടകത്തിന് തീ പിടിച്ചു കഴിഞ്ഞു. ഇനി പൊട്ടലോടെ പൊട്ടലായിരിക്കും. കാണികളായ നമുക്കത് നല്ലൊരു വിരുന്നായിരിക്കും. എന്റെ ലക്ഷ്യ വീടാ, അതെനിക്ക് കിട്ടണം. ജയശങ്കറിനെ തരാതെ ഈ പ്രശ്നം തീരാൻ ഞാൻ സമ്മതിക്കില്ല. എന്തായി മോളെ പോയിട്ട്? പറയണ്ടൊക്കെ നല്ല വൃത്തിയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരാളും ഒരു ശല്യത്തിന് ഇങ്ങോട്ട് വരില്ല. അയ്യോ, അയാള് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അയാളുടെ മോളുടെ ജീവിതം തകർക്കാൻ നിന്റെ ചേച്ചി ശ്രമിച്ചു എന്നുള്ളതല്ലേ. അതിനെക്കുറിച്ച് എന്താ നീ ഒന്നും പറയാത്തത്? അത് തെറ്റല്ലേ? എന്റെ ചേച്ചി അങ്ങനെ ഒരാളല്ല മുത്തശ്ശി. പിന്നെ അയാള് പറഞ്ഞതാ. അതിനുള്ള മറുപടി ഞാൻ പോയി കൊടുത്തിട്ടുണ്ട്. ഡി, അങ്ങനെ വല്ലതും ചെയ്ത് ഒരു പെണ്ണിന്റെ കണ്ണീര് വീഴ്ത്തിയാലേ നോശിച്ച് നോറോണക്കല്ലായി പോകും. അമ്മയ്ക്കൊന്നും മിണ്ടായിരിക്കാൻ മേലെ. എപ്പോഴും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുക. അവർ രണ്ടുപേരും ഡോക്ടർമാരാ. ആ അടുപ്പത്തെ തെറ്റിദ്ധരിച്ചിരിക്കുക മറ്റുള്ളവർ. അയ്യോ, അതിന് ദേവിയമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നീ കൂട്ടു നിന്നോ മനോഹര. നീ കൂടെ ഉള്ളതാ ഇവളുടെ ബലം. അവസാനേ അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിക്കൊള്ളു. ഓ, ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുവാണല്ലോ അമ്മേ. അമ്മ ഈ പറയുന്നത് പോലും ഒരർത്ഥത്തിൽ ഞങ്ങൾക്കുള്ള ശിക്ഷയല്ലേ. ഇനിയെങ്കിലും സത്യം മനസ്സിലാക്കി സംസാരിക്കാൻ നോക്കാം.